ഹലോ ഗൈസ്, റാഫി അടൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏർവാടിയിൽ പോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഏർവാടിയിൽ നിന്ന് മധുരയിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നേരം സന്ധ്യ ആയിട്ടുണ്ട്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് രാത്രി 12:15 നമുക്ക് ട്രെയിൻ. നമുക്ക് പുനലൂരിലേക്കുള്ള ട്രെയിൻ 12:15 4:30 മുതൽ നമ്മളിങ്ങനെ ഒരു കടകളിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇനിയുണ്ട് സമയം ഒരുപാട്. ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. ഇനിയും അത്രയും നേരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ ഒന്ന് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല ലൈറ്റുകളും കൊണ്ട് നല്ല അലങ്കാരപ്രദമായിട്ടുണ്ട് ഈ ഒരു സ്ട്രീറ്റ്. ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കാൻ. പല കച്ചവടക്കാർ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. സ്ട്രീറ്റ് ഫുഡുകളുടെ കളിയാണ് കേട്ടോ ഈ ഒരു ഏരിയ. നമ്മൾ കുറച്ച് നേരം പോത്തീസിലൊക്കെ കയറി, പോത്തീസ് തുണിക്കടയിലൊക്കെ കയറി ഒരുപാട് നേരം ചിലവഴിച്ചു. ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുവാണ് കേട്ടോ. ഇനി നമ്മൾക്കൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കോവിലുണ്ട്, ഒരു ചെറിയ ക്ഷേത്രം. ഇതൊരു കുറേ ബിൽഡിങ്ങിൻ്റെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്, അവിടെ കോലമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് നടന്നു പോവാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ ക്ഷേത്രങ്ങളിങ്ങനെ നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മളൊരു ചായക്കടയുടെ മുമ്പിലെത്തി കേട്ടോ. ഇവിടെ ഒരുപാട് പൊരിപ്പുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഈ റോഡ് സൈഡിൽ നിന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഇത് ഇരുന്ന് കഴിക്കുന്ന ഒരു ചായക്കടയല്ല, പുറത്തിങ്ങനെ നിന്ന് ചായ കുടിക്കാം. ഈ ഒരു ചായക്കടയുടെ മുമ്പിൽ ഗൗരി കോഫി ടീ ഷോപ്പ്, ആ ഒരു ചായക്കടയുടെ മുമ്പിലിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പം ഫാമിലി എല്ലാം ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മളിനി ഇവിടുന്ന് വേറൊരു തെരുവിലൂടെ നടക്കുകയാണ് കേട്ടോ. കുറേ തെരുവുകൾ ഇവിടെ പല സൈഡിലായിട്ട് പല ഏരിയ ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടുന്ന് നേരെ വേറൊരു മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. വരുന്ന വഴി നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് നമ്മൾ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന വഴി പോയാൽ ആ ഒരു മാർക്കറ്റിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. നിങ്ങൾക്കിപ്പം ഈ വഴിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല കുറച്ച് വൃത്തിയൊക്കെ ഉള്ളൊരു സ്ട്രീറ്റാണിത് കേട്ടോ. ഇവിടെ മലബാർ ഗോൾഡ്, പോത്തീസ്, ഭീമ ഗോൾഡ്, അങ്ങനെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. ഇവിടുന്ന് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ വേറെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് കണ്ടല്ലേ, നല്ല നല്ല കടകൾ മാത്രം സ്ഥിതി ചെയ്യുന്നൊരു സ്ട്രീറ്റാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ഇനി അടുത്തൊരു സ്ട്രീറ്റിലോട്ട് വേണ്ടിയിട്ട് പോവാണ്. ഒരു ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. നല്ലൊരു ക്രൗഡായിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി. ആ ഓട്ടോക്കാരൻ നമ്മളുമായിട്ട് നല്ല കമ്പനിയായി കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറി. കറങ്ങി പോകുന്നുണ്ടോ? നടന്ന് പോവാം. വണ്ടിയിലാണ് വൺ വേ അല്ലയാ? நடந்து போனா ஒன் வே கிடையாது ப்ரோ. அல்ல வண்டியில போக ஒரு வழி போய் இன்னொரு வழி. இப்போ இந்த பாதையில போனோம்னா மறுபடியும் இதில் வரக்கூடாது. நம்ம அதுக்கு ஒரு ரூட் இருக்கு, அந்த ரூட் வழியாக தான் வர முடியும். நிறைய மெயின் சிட்டின்றனால அப்படி நடந்து ஏது வழி எழுப்பத்தில் வந்து சொல்லி தரணும். இதெல்லாம் வீடியோ எடுக்கிறீங்களா? யூடியூப் அண்ணா. யூடியூப்பா? யூடியூப் சேனல் நடத்துறீங்க? செம்ம. உங்கள் யூடியூப் சேனல் பேர் நேம்? റാഫി അടൂർ. റാഫി അടൂർ. செம்ம. லைக் போட்டு வரேன், நான் பார்த்தேனா. அங்கே எடுக்கட்டும், அங்கே லைட்டிலே உன்னோட பைசா எடுக்கும். என்னோடய பேசா? என்னோடய பேச வண்டி நம்பரு உனக்கு நல்ல பாசஞ்சர் கிடைக்கும். கடை இங்கதான் வந்து அப்படியே பார்த்தீங்கன்னா ஃபுல்லாமே வந்து அப்படியே அங்கிட்டு வந்தீங்கன்னா காய்கறி மார்க்கெட்டு. ஓகே, இப்படியே விடு. உங்களுக்கு தெரியுமா ஏதாவது ஃப்ரெண்ட்ஸ் ஏதாவது இருக்கா இங்கே கடையில்? நல்ல கடையாக பார்த்து
இந்த அங்கே கடை இருக்குது, இங்கிட்டு ஃபுல்லாக வந்து ஏமாற்றுவாங்க. அப்படியா? ஆமாம், நான் அவங்களுக்குள்ள கார்னரு இங்கே விலைவாசிலாம் ஏறி போச்சுமா, அந்த மாதிரி ஆகி போச்சு. இங்கே வாங்கினா இது வந்து மொத்த கடை மாதிரி. இது மொத்த வியாபாரமா? இங்கே தான் அதான் யாரும் பழ மார்க்கெட்டு. அப்படியா? சொன்னால் மொத்த வியாபாரம். அப்படியா? இங்கே நல்லா இருக்கும். ஆமாம், இது நம்ம ஏற்கனவே வாங்கியிருக்கோம் கூட வீட்டுக்கு சொன்னாவே வாங்கியிருக்கோம். இருங்க எல்லாருமே வா. நீ இப்போ வெளியில் வாண்ணா, என்னோட பேரை சொல்லு. என்னுடைய பேர் നമ്മുടെ ഓട്ടോ ഡ്രൈവർ ആട്ടോ. ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയതാണ് കേട്ടോട്ടോ. നമുക്ക് മധുരയിൽ നിന്ന് കിട്ടിയ ഓട്ടോ ഡ്രൈവറാണ്. ഒരു പേര് ചൊല്ലുന്നു. ബാല. ബാല. ബാല എന്നാൽ വണ്ടി നമ്പറൊക്കെ കൊടുത്തേക്കാം. ഞാൻ ഇതിനകത്ത് അടിയിൽ നമ്പറൊക്കെ കൊടുത്തേക്കാം. മധുരയിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെങ്കിൽ ഈ അണ്ണനെ വിളിച്ചാൽ മതി. അണ്ണനെല്ലാം കൊണ്ടിട്ട് ചുറ്റി കാണിക്കും കേട്ടോ. പോരാ പുതുമ. അങ്ങനെ ആ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മൾ ക്യാമറ ഒക്കെ പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ പുള്ളിയുടെ മുഖമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ നിന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സിൻ്റെയൊക്കെ വില പേശി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങണം. കുറച്ച് ഫ്രൂട്ട്സ് ഈ ട്രെയിനിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നത്. ഇത് ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്ന കടകളാണ് കേട്ടോ. ഈ ഏരിയയിൽ ഫുള്ള് പച്ചക്കറിയൊന്നുമില്ല, ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. പല സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. കടല, പേരക്കകൾ, അത് ഇത് അങ്ങനെ നമ്മൾ ഒരു മറ്റൊരു സ്ട്രീറ്റിലോട്ട് തിരിഞ്ഞു കേട്ടോ. ഇതെല്ലാം ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ്. അങ്ങനെ ഒരു കടയിൽ നമ്മൾ വന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങുവാണ് കേട്ടോ. ഇവിടെ മലയാളികൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളിയാണെന്നറിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നു. ആ പുള്ളിക്കാരനിടെ നമ്മൾ സാധനമൊക്കെ വാങ്ങി. പിന്നെ വരുന്ന വഴിയിൽ ഇതുപോലെ പേരക്കകളൊക്കെ വിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കേട്ടോ. കുറേ നല്ല പേരക്കകളും പലയിടത്ത് പല വിലയാണ്, 50, 60 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കടന്ന് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ട് നമ്മളിനി മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. പോകുന്ന വഴിയിൽ, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയിൽ കുറേ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. കല്ല് വെച്ച് പഠിപ്പിച്ചേ വാപ്പു எடுத்து போண்ணா, நான் கொண்டா போகிறேன். நீ ഇത് 2 தானே? 2 2 தானே தரவா? இது என்னதியா, கேமராவா? எஸ். என்னைய படம் முடியா? என்னத்தையும் பிடிக்க, என்னைய பிடிக்க மாட்டேன். ஏன் பையா சேட்டா என்னண்ணே முடியுமே? அண்ணா கூகுள் பே இருக்காண்ணா? கூகுள் பே இருக்கா? இருக்கு. கூகுள் பே எங்கேயா இருக்கு? இல்லை அது சீட்டிங் அண்ணா, சீட்டிங். அண்ணா போர்டை ரிமூவ் பண்ணுங்க. ഇപ്പം നിങ്ങൾ കണ്ടത് ചോളം വിൽക്കുന്ന ഒരു കടയായിരുന്നു കേട്ടോ. അവിടെ അദ്ദേഹം നമ്മളെ ചീറ്റ് ചെയ്യാൻ നോക്കി. ബോർഡിൽ 10 രൂപയാണ് എഴുതി വെച്ചേക്കുന്നത് ഓരോ പീസിന്. പക്ഷേ നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ 2 പീസിന് 30 രൂപ ചോദിച്ചു, ഒരെണ്ണത്തിന് 15 രൂപ വെച്ചിട്ട് ചോദിച്ചു. അപ്പം ഞാനത് ചീറ്റിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വന്നു കേട്ടോ. ഇതൊരു പൂ വിൽക്കുന്ന കടയാണ്, മല്ലിപ്പൂ, അങ്ങനെ കുറേ പൂവൊക്കെ വിൽക്കുന്ന കടയാണിത്. താമരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഓരോ മുഴവും പിന്നെ ഓരോ ഗ്ലാസ് അനുസരിച്ചിട്ടാണ് ഇവിടെ. തെറ്റിപ്പൂവ്, മല്ലിപ്പൂവ്, അങ്ങനെ കുറേ പൂവ്, ജമന്തി, കുറേ പൂക്കളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഓരോ കെട്ടുകളാക്കി തിരിച്ചു വെച്ചേക്കുവാണ്. ഓരോത്തിനും ഓരോ പൈസയാണ് കേട്ടോ. നല്ല പൈസ ചോദിക്കുന്നത് ഇവിടെ. പോകുന്ന വഴിയിൽ ഇതുണ്ടല്ലേ, പ്ലാസ്റ്റിക്കൊക്കെ വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ചുണ്ടയ്ക്ക, അങ്ങനെ ഓരോ സാധനങ്ങളാണ്. ചുണ്ടയ്ക്ക കണ്ടോ? ചുണ്ടയ്ക്ക இது வந்து சாம்பார் வைக்கலாம், இது வந்து புளிக்குழம்பு வைக்கலாம். அது கசக்கு, இது கசக்கா. ഇത് കസക്കും അത് കസക്കാം. ഫുള്ള് തിരക്കുള്ള മാർക്കറ്റ് കേട്ടോ. എന്ത് തിരക്കല്ലേ ഈ മാർക്കറ്റ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇനി പച്ചക്കറികൾ നമ്മൾ ചന്തയിലൊക്കെ കാണുന്ന പോലെ കുറേശ്ശെ വിൽക്കുന്ന ടീംസാണിത് കേട്ടോ. കുറേ പച്ചക്കറികൾ കുറേശ്ശെ വിൽക്കുന്ന, ഇതെല്ലാം ഇവിടുത്തെയാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലെ ഇവിടെ ഈ ഒരു ഏരിയയിലെ തന്നെ പറിച്ച് വിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു ചെറിയ മാർക്കറ്റ്. ഇവിടെ കുറേ ഇത് കണ്ടില്ലേ, പീസാക്കി മാങ്ങയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പൈസ ഇങ്ങനെ ചോദിച്ചിട്ട്. ഇവിടെയുണ്ട് ചുണ്ടയ്ക്ക. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ കാട്ടുപാവയ്ക്ക വിൽക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. ഇതുണ്ട് കൂമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, അമരയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. ചക്ക ഇരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ ചെറിയ ചക്ക ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഉണക്ക മാങ്ങയാണിത് കേട്ടോ. മാങ്ങ ഉണക്കിയതാണ് ഈ സംഭവം.
അങ്ങനെ രസകരമായിട്ടുള്ളൊരു സ്ട്രീറ്റായിരുന്നു കേട്ടോ. കുറേ പെണ്ണുങ്ങളിങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഇത് നമ്മുടെ മക്രോണിയൊക്കെ പോലത്തെ എണ്ണയിലിട്ടാൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണിത്. ഇവിടെ കിഴങ്ങിനൊക്കെ വില കൂടുതലാണ് കേട്ടോ. കിഴങ്ങിന് ഇവിടെ 80 രൂപയ്ക്കാണ് പറയുന്നത്. നാട്ടിൽ 50 രൂപയ്ക്കേ ഉള്ളൂ. ഇവിടെ കിഴങ്ങിന് 80 രൂപയ്ക്കാണ് പറയുന്നത്. വെളുത്തുള്ളി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ, പച്ചക്കറി ഐറ്റംസ് എല്ലാം കുറേശ്ശായിട്ട് വിൽക്കുന്നവരുണ്ട്. പിന്നെ ചാക്ക് കണക്കിന് ഇരുന്ന് വിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല രസമാണ് ഇവിടുത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ട്രീറ്റാണ്. ഒരു നേരം പോക്കിന് അടിപൊളിയാണ് ഇതുവഴി നടക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ചെരുപ്പ് കട, അതുപോലെ തന്നെ കുറേ പ്ലാസ്റ്റിക് കടകൾ, ബാഗ് കടകൾ എല്ലാം നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും. ഇവിടെ പോപ്കോൺ വിൽക്കുന്ന ഒരു ചെറിയ ബംഗ്ലാദേശാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു കടയുണ്ട് ഇവിടെ. ഇത് നാരങ്ങ നാരങ്ങ സ്വീറ്റ്സ് ഉണ്ട്, വേണോ? എന്തോ അതിൻ്റെ തൊട്ടില്ലോ ചെരവ. നല്ല ഉള്ളി. കറിക്കായ പഴമായത്. കുന്തിരിക്കാം. കുന്തിരിക്ക കട എന്തോ കുന്തിരിക്കല്ലേ? അങ്ങനെ നമ്മളിനി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോറടിക്കത്തില്ല ഈ ഒരു സ്ട്രീറ്റിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ. അങ്ങനെ ഇനിയൊരു കാപ്പിക്കട നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞു. അത്രയും നേരം നമ്മൾ എന്തായാലും ചവിട്ടിക്കൂട്ടി. 12:15 ട്രെയിന്. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നമ്മളിനിയും കാപ്പിയൊക്കെ കുടിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ വരാനുള്ള സമയമൊക്കെ ആവും. ഇതൊരു കൈത്തറി കടയാണ് കേട്ടോ. ഇതെല്ലാം കൈത്തറി അല്ലേണ പറഞ്ഞോണ്ട്. നമ്മളിപ്പോൾ കറങ്ങിയത് മധുരൈ മൂല സ്ട്രീറ്റ് എന്ന് പറയും കേട്ടോ. മൂലൈ സ്ട്രീറ്റ്, ആ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ കറങ്ങി വന്നത്. ആ കടയുടെ ബോർഡ് കണ്ടപ്പോഴാണ് നമുക്കത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് മനസ്സിലായത്. ഇനി നമ്മളൊരു നല്ല തിരക്കുള്ളൊരു ചായക്കട കണ്ടു. അവിടെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കയറുവാണ് കേട്ടോ. ഇവിടെ കയറിയപ്പോൾ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. അത്രയ്ക്ക് തിരക്കുള്ളൊരു കടയാണ്. അവിടെ അല്ലടേ, ഇവിടെയാ. മറ്റേ മുടിയൊക്കെ ജീവിത പോലും വീഡിയോ എടുത്ത ഓട്ടോക്കാരൻ. അങ്ങനെ നല്ല കിഡിലൻ ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. 1971 സ്റ്റാർട്ട് ചെയ്തൊരു കടയാണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല കിഡിലൻ ദോശയും കിഡിലൻ സംഭവമായിരുന്നു കേട്ടോ. ഒരു 4-5 കൂട്ടം ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. നല്ല അടിപൊളി ഒരു കടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് എത്തി കേട്ടോ. ഇവിടെ സീബ്ര ലൈനിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് നോട്ടമൊന്നുമില്ല കേട്ടോ. നാട്ടിലെ കൂട്ട് സീബ്ര ലൈനിൽ കൂടെ നമ്മൾ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് പേടിയില്ലാതെ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ വേണം നമ്മളെ നോക്കിക്കോണം. വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സീബ്ര ലൈനിൽ കൂടെ. നമ്മൾ നടക്കുന്നതൊന്നും അവർക്കൊരു ശ്രദ്ധയില്ല കേട്ടോ. ശരിക്കും അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സീബ്ര ലൈനിൽ കൂടെ പോകുമ്പോൾ അവർ വണ്ടിയൊക്കെ ദൂരെ നിന്ന് ചവിട്ടും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മൾ പേടിച്ചിട്ടാണ് റോഡൊക്കെ ക്രോസ് ചെയ്തത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വാതിലെത്തി. ഇനി ട്രെയിൻ കയറി നമുക്ക് പോകണം. 12, ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ലഗേജ് കൊടുത്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. ലഗേജ് കുറേ ഉണ്ടായിരുന്നു. അതൊന്നും തൂക്കി പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ബാഗിന് 20 രൂപ 15 രൂപ കൊടുത്തിട്ടാണ് പോയത്. ഓരോ ബാഗിനും 15 രൂപയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെക്കുന്നതിന്. അങ്ങനെ ബാഗെല്ലാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ബില്ല് തന്നിട്ടുണ്ടായിരുന്നു. ആ ബില്ല് തിരിച്ചു കൊടുത്തിട്ട് നമ്മളിനി സാധനമൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ സാധനം എടുത്തിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് കയറണം. ടിക്കറ്റ് നേരത്തെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്കൊന്ന് കറങ്ങാൻ പോയത്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാഗ് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബാഗെല്ലാം എടുത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.